ഹൈക്കോടതി തീരുമാനത്തെ തുടർന്ന് ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. യാത്രക്കാർക്ക് ലഡു വിതരണം ചെയ്താണ് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചുനേരം ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും വീണ്ടും പിരിവ് തുടരുന്നു. പാലിയക്കരയിൽ നിന്ന് ഹരീഷ് നാരായണൻ വിശദാംശങ്ങൾ നൽകും. ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. പരാതിയിൽ മാർച്ച് 31 ഞങ്ങൾ കൊടുത്ത പരാതി കൂടിയാണ് കളക്ടർ ഇവിടെ ഒരു ദിവസം ടോൾ നിർത്തിവെച്ചത്. ആ നിർത്തിവെച്ച അന്ന് കൂടി ഇവിടെ ടോൾ പിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ക്യാമറ ഓഫ് ചെയ്തിട്ടില്ല, ഇവിടുത്തെ ഫാസ്ടാഗ് വർക്കിംഗ് ആണ്. ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഒരു ഉദ്യോഗസ്ഥർ വന്ന് ഇവിടുത്തെ തഹസിൽദാരും മറ്റ് വില്ലേജ് ഓഫീസർ അധികൃതരും വന്ന് ഇവിടെ കൊണ്ട് ക്യാമറ ഊരി വെപ്പിച്ച് ഫാസ്ടാഗ് സംവിധാനം അന്ന് അവർ കളവ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെർവർ ഇരിക്കുന്നത് വേറെ ഏതോ സംസ്ഥാനത്താണ്, വേറെ ഏതോ സ്ഥലത്താണെന്നാണ്. കേവലം ഒരു സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ടോൾ പിരിവ് നടന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഓവർ നമ്മൾ അധിക പ്രസംഗം നടത്തുകയെന്ന് വിചാരിക്കും. കാരണം ഈ റോഡ് പണി തുടങ്ങിയിട്ട് 6-7 മാസമായി. 7 മാസമായിട്ട് ഇവിടെ ടോൾ പിരിക്കുന്നുണ്ട്. അങ്ങനെ കൂടി ഇതിനെ വിലയിരുത്തണം. 7 മാസമായിട്ട് ഞങ്ങൾ ഈ പ്രാദേശികവാസികൾ ഇതിൽ കടന്നു പോകുന്നവർ ഈ ദുരിതം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പരാതിയിൽ മാർച്ച് 31 ഹരീഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഹരീഷ്, നേരത്തെ കുറച്ച് സമയം ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. ഉത്തരവ് ലഭിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് ഇത് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. ഈ ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തിവെക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ടോൾ പ്ലാസ അധികൃതർ പറയുന്നത്. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ഒരു സംഘടനകളും പ്രതിഷേധക്കാരും ഒക്കെ. ആ ഒരു പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ അത് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. നിലവിൽ ഈ ബാരിക്കേഡുകൾ, ഈ ഒരു പ്ലാസയുടെ മുന്നിലുള്ള ബാരിക്കേഡുകളെല്ലാം തന്നെ നീക്കം ചെയ്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോഴും ഈ ക്യാമറ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പണം പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ഉത്തരവ് വന്നാൽ ഉടൻ തന്നെ ക്യാമറ അടക്കം ഓഫ് ചെയ്യണം. ഈ ഫാസ്ടാഗ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്നുള്ള ആവശ്യങ്ങളാണ് ഈ ഒരു പ്രദേശവാസികളും യാത്രികരും ഒക്കെ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം ആ പിരിവ് നടത്തുന്നത് ശരിയല്ല. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ അത് നിർത്തിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പിരിവാണ്. വലിയ പ്രതിഷേധം പലതവണ ഈ ഒരു ടോൾ പ്ലാസയ്ക്കെതിരെ നമ്മൾ കണ്ടതാണ്. നിലവിലെ സാഹചര്യം ഈ ഒരു റോഡ് പണി കാരണം വളരെ രൂക്ഷമാണ്. പല സമയത്തും വലിയ ബ്ലോക്ക്, നീണ്ട നിര ഗതാഗത കുരുക്കൊക്കെയാണ് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നിർത്തണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികളും പറയുന്നത്.